ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു കുഞ്ഞു പോമാണ് കേട്ടോ. പോം എന്ന് പറഞ്ഞാൽ എന്താണ്? കവിത അല്ലേ? അപ്പോൾ ഈ ഒരു കവിത നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 45 45ാമത്തെ പേജിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ കവിതയുടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ടൈറ്റിൽ? ഇഫ് യു മീറ്റ് ആൻ എലഫൻറ്റ്. എലഫൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അല്ലേ, ആനയാണ്. പിന്നെ എന്താണ്? മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുമുട്ടുക. അപ്പോൾ എന്താണ് ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇഫ് യു മീറ്റ് ആൻ എലഫൻറ്റ്, നിങ്ങളൊരു ആനയെ കണ്ടുമുട്ടുകയാണെങ്കിൽ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഓക്കെ, 2 സ്റ്റാൻസാസ് ഉള്ള ഒരു കുഞ്ഞു പോമാണിത്. ഈ ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വീതമാണ് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റാൻസ് നോക്കാം. ഇഫ് യു മീറ്റ് ആൻ എലഫൻറ്റ് ഓൺ എ സണ്ണി ഡേ. സണ്ണി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയൊന്നുമില്ലാത്ത, മാനത്ത് കാർമേഘങ്ങളൊന്നും ഇല്ലാത്ത, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന നല്ല ശോഭയുള്ള ഒരു ദിവസം, അതാണ് സണ്ണി ഡേ. മഴയില്ലാത്ത ദിവസം, സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ദിവസം. ഓക്കെ, ഇഫ് യു മീറ്റ് ആൻ എലഫൻറ്റ് ഓൺ എ സണ്ണി ഡേ, നിങ്ങൾ ഇങ്ങനെ ഒരു സണ്ണി ഡേയിൽ ഒരു എലഫൻറ്റിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വുഡ് യു ഡു? എന്താണ് നിങ്ങൾ ചെയ്യുക? ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക അല്ലേ? അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഒരു എലിഫൻറ്റിനെ ഒരു സണ്ണി ഡേയിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ വാട്ട് വുഡ് യു സേ? സേ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുക അല്ലേ? അപ്പോൾ വാട്ട് വുഡ് യു സേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയുക? അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരു എലിഫൻറ്റിനെ ഒരു സണ്ണി ഡേയിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക, അതേപോലെ നിങ്ങൾ എന്തായിരിക്കും പറയുക? അപ്പോൾ അതിനുള്ള ആൻസറാണ് താഴെ കൊടുത്തിരിക്കുന്ന ലൈൻസിൽ വരുന്നത്. നോക്കാം. ഐ വുഡ് സേ ഗുഡ് മോർണിംഗ് എലഫൻറ്റ്, ഹൗ ഡു യു ഡു? അപ്പോൾ എന്താണ്? ഞാൻ പറയും ഗുഡ് മോർണിംഗ് എലഫൻറ്റ്. അപ്പം രാവിലെയാണ് കണ്ടുമുട്ടുന്നത്, അപ്പോൾ ഗുഡ് മോർണിംഗ് പറയും. പിന്നെ എന്താ ചോദിക്കുന്നത്? ഹൗ ഡു യു ഡു. ഹൗ ഡു യു ഡു എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു എന്നുള്ളതാണ് കേട്ടോ. അതായത് എന്തൊക്കെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കില്ലേ, ആ ഒരു ചോദ്യമാണ്. I am glad to meet you, elephant. I would like to dance with you. Glad എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി എന്നുള്ളതാണ്. അപ്പോൾ I am glad to meet you, elephant. കണ്ടതിൽ സന്തോഷം എന്ന് എലഫൻറ്റിനോട് പറയും. പിന്നെ എന്താ പറയുന്നത്? I would like to dance with you. എനിക്ക് നിന്നോടൊപ്പം ഡാൻസ് ചെയ്യാനും ആഗ്രഹമുണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റാൻസിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഒന്നും കൂടെ നോക്കാം. നിങ്ങളൊരു എലഫൻറ്റിനെ ഒരു സണ്ണി ഡേയിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക, അതേപോലെ നിങ്ങൾ എന്തായിരിക്കും പറയുക എന്നുള്ള ചോദ്യം 2ാമത്തെ ലൈനിൽ ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് ബാക്കിയുള്ള ലൈൻസ് പറയുന്നത് എന്താണ്? ഞാൻ എലഫൻറ്റിനോട് ഗുഡ് മോർണിംഗ് പറയും. അതിന് ശേഷം എന്താണ്? എന്തൊക്കെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കും. പിന്നെ എന്താണ്? എലഫൻറ്റിനെ കണ്ടതിൽ സന്തോഷം എന്നും കൂടെ പറയും. പിന്നെ എലഫൻറ്റിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാനും എനിക്ക് ആഗ്രഹമുണ്ട് എന്നും കൂടെ കൂട്ടിച്ചേർക്കും അല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. 2ാമത്തെ സ്റ്റാൻസ് നോക്കാം. ഇഫ് യു മീറ്റ് എ പാരറ്റ് ഓൺ എ റെയിനി ഡേ. അപ്പം പാരറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? തത്തയാണ് അല്ലേ? അപ്പോൾ റെയിനി ഡേ, ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എലഫൻറ്റിനെ കണ്ടത് ഒരു സണ്ണി ഡേയിലായിരുന്നു അല്ലേ? ഇവിടെ പാരറ്റിനെ കാണുന്നത് ഒരു റെയിനി ഡേയിലാണ്. റെയിനി ഡേ എന്ന് പറഞ്ഞാൽ മഴയുള്ള ഒരു ദിവസം. ഇഫ് യു മീറ്റ് എ പാരറ്റ് ഓൺ എ റെയിനി ഡേ, ഒരു മഴയുള്ള ദിവസം നിങ്ങളൊരു പാരറ്റിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് വുഡ് യു സേ? നിങ്ങൾ എന്ത് പറയും? ഈ 2 ചോദ്യമാണ്. അപ്പോൾ ഇതേ ചോദ്യം തന്നെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയിലും കണ്ടത് അല്ലേ? അപ്പോൾ എന്തായിരിക്കും പറയുക? ഐ വുഡ് സേ ഗുഡ് മോർണിംഗ് പാരറ്റ്, ഹൗ ഡു യു ഡു? അപ്പോൾ എന്ത് പറയും? ഗുഡ് മോർണിംഗ് പറയും പാരറ്റിനോട്. അതിനുശേഷം എന്ത് ചോദിക്കും? ഹൗ ഡു യു ഡു എന്ന് ചോദിക്കും. നമ്മൾ പരിചയമുള്ള ഒരാളെ കാണുകയാണെങ്കിൽ ഹൗ ആർ യു എന്നാണ് ചോദിക്കുക, സുഖമാണോ എന്ന് ചോദിക്കും. ഇതിപ്പോൾ ഒരു പരിചയമില്ലാത്ത ആളെ കാണുമ്പോൾ നമ്മൾ ഹൗ ഡു യു ഡു ആണ് ചോദിക്കുക കേട്ടോ. സുഖമാണോ എന്നുള്ളത് തന്നെയാണ്, എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ മീനിങ് വരുന്നത്. അപ്പോൾ എന്താണ്? ഗുഡ് മോർണിംഗ് പറയും, അതിനുശേഷം ഹൗ ഡു യു ഡു ചോദിക്കും. പിന്നെ എന്താണ്? ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു പാരറ്റ്. അപ്പം എന്താണ്? പാരറ്റ്, അതായത് തത്തേ, നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയും. ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു. എനിക്ക് നിന്നോടൊപ്പം ഡാൻസ് ചെയ്യാനും ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം കൂടെ പറയും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കവിത ഉള്ളത് കേട്ടോ. സിമ്പിളായിട്ടുള്ള കവിതയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ താഴെ എലഫൻറ്റിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള കവിത നമ്മൾ പഠിച്ചു അല്ലേ?
അപ്പോൾ ഇതേപോലെ 2ാം ക്ലാസ്സിലെ മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ്, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസൊക്കെ കയറി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. See you with another video. Thanks for watching.